തോടും കായലും നദിയും വനവും കടലും നിറഞ്ഞ അതിമനോഹരമായ ഭൂമിയെ മനുഷ്യൻ തന്റെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനു വേണ്ടി ചെയ്യുന്ന ദോഷകരമായ പ്രവർത്തനങ്ങൾ പ്രകൃതിയെ നിരന്തരം പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ലാഭത്തിനു വേണ്ടിയുള്ള നെട്ടോട്ടത്തിനിടയിൽ സ്വന്തം നിലനിൽപ്പിന് അന്യത തണലായി മാറിയ പ്രകൃതിയുടെ വിലാപങ്ങൾ മനുഷ്യൻ കേൾക്കാതെ പോകുന്നു. വനനശീകരണം, വായു മലിനീകരണം, ജലമലിനീകരണം, മണലൂറ്റൽ തുടങ്ങിയ പ്രവർത്തനങ്ങളിലൂടെ നശിച്ചുകൊണ്ടിരിക്കുന്നത് പ്രകൃതിയുടെ ഓരോ അവയവങ്ങളാണ്. ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ പ്രകൃതിയുടെ പൂർണ്ണമായ നാശം വളരെ അകലെത്തല്ല എന്നാണ് സൂചിപ്പിക്കുന്നത്. പ്ലാസ്റ്റിക്കുകളും മറ്റു പാഴ്വസ്തുക്കളും കത്തിക്കുന്നതിന്റെയും വാഹനങ്ങളും യന്ത്രങ്ങളും പ്രവർത്തിപ്പിക്കുന്നതിന്റെയും ഫലമായി അന്തരീക്ഷം വിഷവാതകങ്ങളുടെ കലവറയായി മാറുകയാണ്. പ്ലാസ്റ്റിക് വസ്തുക്കൾ കത്തുന്നതിന്റെ ഫലമായി ഉണ്ടാകുന്ന ക്ലോറോ ഫ്ലൂറോ കാർബണുകൾ അന്തരീക്ഷത്തിലെ ഓസോൺ പാളിയുടെ നാശത്തിലേക്കാണ് നയിക്കുന്നത്. ഭൂമിയുടെ സംരക്ഷണ കവചമായ ഓസോൺ പാളിയിൽ പല ഭാഗങ്ങളിലും സുഷിരങ്ങൾ വീണുകൊണ്ടിരിക്കുന്നു. സൂര്യനിൽ നിന്നും ബഹിർഗമിക്കുന്ന അൾട്രാവയലറ്റ് രശ്മികളെ തടഞ്ഞു നിർത്തി ഭൂമിയെ സംരക്ഷിക്കുന്നത് ഓസോൺ പാളിയാണ്. ഓസോൺ പാളിയുടെ നാശം ഭൂമിയുടെ നാശമാണ്. അതുപോലെ വാഹനങ്ങളിൽ നിന്ന് ഉയരുന്ന വാതകങ്ങൾ അന്തരീക്ഷത്തിൽ മനുഷ്യനെ ദോഷകരമായി ബാധിക്കുന്ന കാർബൺ മോണോക്സൈഡിന്റെ അളവ് വർദ്ധിപ്പിക്കുകയാണ്. ഇതിന്റെ ഫലമായി രോഗങ്ങളുടെ അടിമയായി മാറുകയാണ് മനുഷ്യൻ. അതുപോലെ തന്നെ പല ജീവജാലങ്ങളും ഭൂമിയിൽ നിന്നും അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്നു. പ്രകൃതിയുടെ നാശത്തിലേക്ക് നയിക്കുന്ന മറ്റൊരു കാരണം വനനശീകരണമാണ്. വെള്ളത്താൽ ചുറ്റപ്പെട്ട ഭൂമിയുടെ കരഭാഗത്തിന്റെ ഭൂരിഭാഗവും ഒരു കാലത്ത് വനമായിരുന്നു. ഇപ്പോൾ അത് 4/1 ചുരുങ്ങിയിരിക്കുന്നു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അമിതമായ ജനപ്പെരുപ്പം വനമേഖലയെ വളരെയധികം പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. വീട് വയ്ക്കാനും ഗാർഹിക സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനും മനുഷ്യൻ ആശ്രയിക്കുന്നത് മരങ്ങളെയാണ്. വനമേഖലകൾ നശിപ്പിക്കുന്നതിന്റെ ഫലമായുണ്ടാകുന്ന വരൾച്ച ഭൂമിയുടെ പല ഭാഗങ്ങളും മരുഭൂമികളായി മാറിയിരുന്നു. അതുപോലെ പ്രകൃതി ദുരന്തങ്ങൾ സർവ്വസാധാരണമായി കൊണ്ടിരിക്കുന്നു. മണലൂറ്റൽ ഇന്ന് വലിയൊരു വ്യവസായമായി മാറിയിരിക്കുകയാണ്. പല പ്രധാന നദികളും കായലുകളും മണൽ മാഫിയയുടെ ലാഭത്തിൽപ്പെട്ട് അഗാധ ഗർത്തങ്ങളായി മാറുകയും വരൾച്ചയുടെ വക്കിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഫലമോ ദുരന്തങ്ങൾ മാത്രം. ഇഷ്ടിക ചൂളകളും പാറക്കോറുകളും ഇപ്പോൾ പലയിടത്തുമുണ്ട്. ഇഷ്ടിക നിർമ്മാണത്തിനു വേണ്ടി വയലുകളിൽ നിന്നും മറ്റും ചെളിയെടുക്കുന്നുണ്ട്. വയലേലകൾ ഇഷ്ടിക നിർമ്മാണത്തിനു വേണ്ടി ബലികഴിക്കപ്പെടുന്ന കാഴ്ച പലയിടത്തും കാണാം. അതുപോലെ തന്നെ പാറ പൊട്ടിക്കലിലൂടെ ഭൂമിയുടെ നെഞ്ചു പിളർക്കുന്ന കാഴ്ചയും സർവ്വസാധാരണമാണ്. മനുഷ്യന്റെ വ്യാമോഹങ്ങൾ ആവാസ വ്യവസ്ഥയെ പ്രതികൂലമായി ബാധിക്കുന്നത് മനുഷ്യൻ അറിയുന്നില്ല.